ഡിജിപിയുടെ അന്വേഷണ റിപ്പോർട്ട് വരാനിരിക്കുന്ന ദിവസവും എഡിജിപി എം.ആർ. അജിത് കുമാറിന് മുഖ്യമന്ത്രിയുടെ സംരക്ഷണം. പൂരം കലക്കലിൽ എഡിജിപിക്ക് വീഴ്ച പറ്റിയെന്ന ഡിജിപിയുടെ റിപ്പോർട്ടിൽ വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിട്ടതിലൂടെ അജിത്തിനെ ഉടനൊന്നും കൈവിടാൻ മുഖ്യമന്ത്രി ഒരുക്കമല്ലെന്ന് വ്യക്തമായി. കൂടുതൽ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി നീങ്ങുമ്പോൾ അജിത് കുമാറിനെ ഉടൻ മാറ്റുമെന്ന് പറഞ്ഞ CPIക്കാണ് മുഖം നഷ്ടമാകുന്നത്. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി ഡിജിപിയുടെ റിപ്പോർട്ടിലുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേ റിപ്പോർട്ടിൽ ഡിജിപിയോട് തെളിവ് ചോദിച്ചത് പോലീസ് മേധാവിയെ അപമാനിക്കുന്നതിന് തുല്യമായി. ആ റിപ്പോർട്ട് നൽകുമ്പോൾ ഡിജിപി ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, അവിടെ എത്താതിരുന്ന കാര്യം. അത് ഒരു പരിശോധനയുടെ ഭാഗമായിട്ടല്ല. അപ്പോൾ പരിശോധന നടക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടന്ന് എന്താണ് ഉണ്ടായ വീഴ്ച എന്ന് കൃത്യമായി കിട്ടണം. അതിനാണ് അദ്ദേഹത്തെ തന്നെ ചുമതലപ്പെടുത്തുന്നത്. അൻവറിന്റെ ആക്ഷേപങ്ങളിൽ ഡിജിപി തല അന്വേഷണ റിപ്പോർട്ട് ഇന്ന് തന്നെ കിട്ടുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അന്വേഷണവും റിപ്പോർട്ട് തേടലുമൊക്കെയായി തീരുമാനം നീളുന്നതിലെ അതൃപ്തി RJD ഇന്നും പരസ്യമാക്കിയപ്പോൾ CPI കേന്ദ്രങ്ങൾക്ക് മൗനം. ഒരു പോലീസ് ഓഫീസർ മറ്റൊരു പോലീസ് ഓഫീസറെ കുറിച്ച് അന്വേഷിക്കുന്നു. ഒരു രാഷ്ട്രീയ വിഷയം. അതിൽ എന്ത് പുറത്തു വരാനാണ്? അൻവർ P. ശശിക്കെതിരെ പാർട്ടിക്ക് പരാതി നൽകിയപ്പോൾ പാർട്ടി നേതാവെന്ന നിലയിൽ മറുപടി പറയാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ ഘടകകക്ഷികൾ രാഷ്ട്രീയ പരിഹാരം ആവശ്യപ്പെടുന്ന വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ റോളിൽ മാത്രം നിൽക്കാനാണ് പിണറായിയുടെ തീരുമാനം. ഞാൻ എന്റെ നിലപാട് ശരിയാണെന്നല്ലേ പറയുന്നത്. എന്റെ നിലപാട് ശരിയായിക്കൊണ്ട് തന്നെയല്ലേ പറയുന്നത്. അതിലെന്താ സംശയം നിങ്ങൾക്ക്? ഞാനൊരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ നിലപാടിന്റെ ഭാഗമായിട്ടുള്ള നടപടിയല്ലേ വരിക. പരിശോധന കഴിഞ്ഞ് ആ പരിശോധനയുടെ ഭാഗമായി വരുന്ന റിപ്പോർട്ട് എന്താണോ അതിന്റെ ഘട്ടത്തിലാണ് ഞാൻ എന്റെ നിലപാട് പറയേണ്ടത്. എഡിജിപിക്കെതിരെ രംഗത്ത് വന്ന പ്രതിപക്ഷത്തെ മാത്രമല്ല മുഖ്യമന്ത്രി വിലവയ്ക്കാത്തതെന്ന വികാരം ഭരണമുന്നണിയിൽ കൂടുതൽ മുറുമുറുപ്പിനിടയാക്കും. അതേസമയം പൂരം ഗൂഢാലോചന അന്വേഷിക്കാൻ ഉത്തരവിട്ടതിലൂടെ CPI നിലപാട് മയപ്പെടുത്തുമോ എന്നാണ് അറിയേണ്ടത്. പൊളിറ്റിക്കൽ ഡെസ്ക് 24.